നമ്മൾ അടങ്ങി ഒതുങ്ങി ഇതുവരെ ഇരുന്നിട്ടില്ല അല്ലേ? ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഉറങ്ങുമ്പോഴും പോലും നമ്മൾ ഇതുപോലെ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ടില്ല. ശരിയല്ലേ? പേരെന്താണ്? അക്ഷയ് കൃഷ്ണ എന്നൊക്കെ പേരുണ്ട്. ക്ഷയിക്കാത്ത, അക്ഷയം, ക്ഷയിക്കാത്തത്. കൃഷ്ണ, കൃഷ്ണ എന്ന വാക്ക് തന്നെ ഉഴുതുമറിച്ചവൻ, ഉന്മൂലനം ചെയ്യുന്നവൻ. എന്താണ് പറയണത്? സൂര്യ. സൂര്യ എന്നാണ് പേര്. പക്ഷേ അത് അക്ഷയ് കൃഷ്ണ എന്നാണ് ഇട്ടിരിക്കുന്ന പേര്. സൂര്യയാണ് ഇഷ്ടപ്പെടാൻ സാധ്യത കൂടുതൽ. കൃഷ്ണന്റെ അച്ഛന്റെ പേരെന്താണ്? അരുൺ. അമ്മയുടെ പേരോ? ശാന്തി. വീട്ടിലെ ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടോ? ഉണ്ട്. അരുണിനെ കൊണ്ടുണ്ടോ? ഉണ്ട്. പിന്നെ ആരാ ഉള്ളത്? അച്ചാച്ച, അമ്മാമ്മ. വേറെ ആരാ വന്നിരിക്കണത്? വെല്ലിച്ചായി. ആരാണ് വീട്ടില് പാവം? പപ്പ. മമ്മി എങ്ങനെയുണ്ട്? അമ്മ സുന്ദരിയല്ല. അച്ഛനാണ് സുന്ദരൻ, അമ്മ സുന്ദരിയല്ല. മോൻ സുന്ദരനാണോ? അല്ല. ആരാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ നുണ പറയുന്നത്? ഈ അച്ഛനും അമ്മയും കൂടി വഴക്കിടുവോ? എപ്പോഴാണ് വഴക്കിടുന്നത്? അമ്മ പപ്പാനെ മയക്കൂറും. അപ്പൊ പപ്പ അമ്മേനെ മയക്കൂറും. അത് ശരി. എന്തെന്നാ ചീത്ത പറയുവോ പപ്പ? അമ്മന എന്തു പറയും? ഭിത്തി ഒട്ടിച്ചു വെക്കുമെന്ന് പറയും. എന്റെ ഈശ്വര, അമ്മനെ ഭിത്തി ഒട്ടിച്ചു വെക്കുമെന്ന് പറയുന്നു. പശയില്ലാതെ ഒട്ടിച്ചു വെക്കുമെന്ന് പറയും. പശയില്ലാതെ അച്ഛൻ അമ്മയോട് പറയാം, എന്നെ ഞാൻ പശയില്ലാതെ ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കും. എപ്പോഴെങ്കിലും ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ? പശയില്ലാതെ ഒട്ടിച്ചു വെക്കാൻ പറ്റത്തില്ല. അപ്പൊ പശ വേണം, എന്നാലേ ഒട്ടിച്ച് ചേർത്ത് വെക്കാൻ പറ്റുള്ളൂ. ഈ അമ്മ അച്ഛനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വഴക്കിടുവോ? അടിയിടിയൊക്കെ വീഴുവോ? ഇല്ല. ആർക്കാണ് കൂടുതൽ വിദ്യാഭ്യാസം, കൂടുതൽ വിവരമുള്ളത് വീട്ടിൽ? TV കയറണം. ഒരു TV എടുത്ത് ചില്ല് പൊട്ടിച്ചിട്ട് അകത്തേക്ക് കയറ്റി കൊടുത്തേക്ക്. TV കയറണോ? വീട്ടിൽ ആരാണ്? അവിടെ ആ പ്രദേശത്ത് ആരെങ്കിലും കള്ളുകുടിയന്മാരൊക്കെ ഉണ്ടോ? ആരാ ഉള്ളത്? കള്ളു കുടിക്കും. ആ പ്രദേശത്തുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് ഒരു കള്ളുകുടിയൻ കയറി വന്നിരിക്കുക. ഈ പപ്പ കള്ളു കുടിച്ച് വരുമ്പോ മമ്മി വഴക്ക് പറയൂ? അമ്മ വഴക്ക് പറയും? അപ്പൊ ഈ കള്ളു കുടിച്ച് വരാന്നിട്ട് ചായ ചോദിക്കും. ചായ ചോദിക്കുമ്പോൾ കൊടുക്കാത്തത് നല്ലത്. കാര്യം രണ്ടും കൂടി ആകുമ്പോൾ കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചായ കൊടുക്കാണ്ടായി കഴിയുമ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ മേടിച്ചിട്ട് അങ്ങനെ കടുക്ക് വെറുക്കും. അപ്പൊ ആർക്ക് നഷ്ടം? നമുക്ക് നഷ്ടം. അപ്പൊ അമ്മ എന്ത് ചെയ്യും? ഭിത്തിയിലൊട്ടിക്കും. എന്താണ് അച്ഛന് ജോലി? കാർപ്പന്റർ എന്ന് പറഞ്ഞാൽ കാർ ഓടിക്കുന്ന ആള്. കാർപ്പന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർപ്പന്റർ ഉണ്ട ഉണ്ടാക്കുന്ന പരിപാടിയാണ് കാർപ്പന്റർ എന്ന് പറഞ്ഞാൽ. ഉണ്ടല്ലേ കാർപ്പന്റർ? എന്താ കാർപ്പന്റർ? എന്ത് പണിയാണ്? ഉണ്ടക്കണ്ണ്. എവിടെയാണ് സ്ഥലം? പായിപ്പാട്ടാറ്റിൽ വള്ളംകളി, പമ്പാ നദി തീരത്തും വള്ളംകളി. ആരമ്പള വള്ളംകളി കണ്ടിട്ടുണ്ടോ? പായിപ്പാട്ടാറ്റിലെ വള്ളംകളി കണ്ടിട്ടുണ്ടോ? കാണിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ടിവിയിലൊക്കെ വള്ളംകളി കാണും. അല്ലാണ്ട് ഈ അച്ഛന്റെ വള്ളംകളി മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. വള്ളംകളി ഇതുവരെ കണ്ടിട്ടില്ല. പാട്ട് പാടുവോ? ഒരു പാട്ട് പാടിക്ക് കേൾക്കട്ടെ. മണ്ണിൽ കുളിലുള്ള കുരരിയിൽ പാടി പാടി എന്നും നിന്റെ കാനമുകളെ മരവായിനേ ആയിഷ മരവായിനേ ആയിഷ മുത്തു ചിപ്പി പോലെ. ഞാൻ തന്നെ ഇടപെടേണ്ടി വരും. നന്നായിട്ടുണ്ട്. ഉറക്കത്തിന് സ്വപ്നം കാണാറുണ്ടോ? എന്തെന്നാ പ്രേതം എങ്ങനെ വരുന്നു? എന്നിട്ട് എന്ത് ചെയ്യും? ആരെ? പഠിച്ച് വലുതാവുമ്പോ ആരാകും? അച്ഛനെ പോലെ കാർപ്പന്റർ ആകുമ്പോ അമ്മനെ പോലെ മറ്റേ മതിലൊട്ടിക്കുവോ?
അല്ല ഞാൻ ലോറിയുടെ ഡ്രൈവർ ആവും. പാണ്ടി ലോറിയുടെ ഡ്രൈവർ. ചെറിയ ലോറിയുടെ ഒന്നും അല്ല, പാണ്ടി ലോറിയുടെ. ഈ സാധാ ലോറിയുടെയോ അല്ല, പാണ്ടി ലോറിയുടെ ഡ്രൈവർ ആകാൻ ഇപ്പോഴേ അണ്ണൻ തോർത്തും തോളത്തിട്ട് നടക്കുക. പഠിപ്പിച്ചോ, നല്ല തീറ്റയും കൊടുത്തിട്ടോ. ഏതെങ്കിലും പാണ്ടി ലോറി കഴുകാൻ ആ പായിപ്പാട്ടാറ്റിന്റെ പരിസരത്ത് എവിടെയെങ്കിലും വരുമ്പോൾ കയറി പോകാതെ നോക്കണം. അപ്പോൾ ഒരു കാര്യം ചെയ്യട്ടെ, ഇനിയിപ്പോൾ പഠിച്ച് പാണ്ടി ലോറിയെങ്കിൽ പാണ്ടി ലോറി ഒരു ഡ്രൈവർ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആള് മിടുക്കനാണ്. പാണ്ടി ലോറി ഡ്രൈവർ ആകാനും പൈലറ്റ് ആവാനും ടീച്ചറാവാനും ഡോക്ടറാകാനൊക്കെ ഇരിക്കുന്ന കുട്ടികളാണ്. അങ്ങനെ അവരുടെ രസകരമായ നിഷ്കളങ്കമായ സത്യങ്ങൾ പുറത്തേക്ക് വരുന്നു. എങ്കിലും ഭാവിയിൽ നല്ല കുട്ടികളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.